ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ചെമ്മീപ്പുളി, ഇരുമ്പം പുളി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് അരിഷ്ടം ഉണ്ടാക്കാം. അരിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ 10-15 ദിവസം കഴിയണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ കഴുകി ഒന്ന് വെയിലത്ത് ചൂടാക്കി വെച്ചിരിക്കുകയാണിത്, വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് ഈ വെള്ളിതൊക്കെ ഒന്ന് വട്ടം കണ്ടിച്ച് കൊടുക്കാം. കേട്ടോ, ഇതൊന്ന് വട്ടം കണ്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഇതെല്ലാം വട്ടം കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി എണ്ണയിൽ, അതായത് നെയ്യ് എടുക്കണം, നെയ്യിൽ കുറച്ച് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് വാട്ടിയെടുക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. സ്റ്റവ് ഒന്ന് ചൂടായി, ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. അടിപൊളി അരിഷ്ടമാണ്. ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് നോക്കി, ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്. ഇഞ്ചി, ഇത് ചുക്ക്, ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു എല്ലാം ഇട്ട് ചതച്ച്, കുരുമുളകൊക്കെ ഇട്ട് ചതച്ച് ഈ ശർക്കരപ്പാനി ഉണ്ടാക്കി അതിലേക്ക് വഴറ്റിയിടണം. വഴറ്റിയിട്ടാൽ നമുക്ക് 15 ദിവസം കഴിയുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ നെയ്യ് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, ഒരു 2 ടീസ്പൂൺ നെയ്യ് മതി. ഇത്രയും മതി. നമുക്കിത് ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാവുന്നു. ഒന്ന് വഴന്ന് വരച്ചേട്ടോ. ഇപ്പം ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചേർക്കേണ്ടത്, ഇതിനകത്ത് ചുക്ക്, ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പ് ഇതെല്ലാം ചതച്ചതാണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനിയാണ് യഥാർത്ഥ ടിപ്പ് കാണിക്കാൻ പോണത്. ഈ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ആ ഏലക്കയും ജീരകവും പട്ടയും ഗ്രാമ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് അരിഷ്ടത്തിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പം അതുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ഇനി ഒന്ന് പയ്യെ ഒന്ന് ചൂടാവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് നല്ലോണം റെഡി ആയിട്ടുണ്ട്, എല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിൽ, ഒരു ഭരണിയിലേക്ക് ആക്കി വയ്ക്കാം.
സ്റ്റൗ ഓഫാക്കുവാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് നെയ്യിൽ വാട്ടിയെടുക്കണം എപ്പോഴും. ഒന്ന് കഴുകി വെയിലത്തോട്ട് ഇട്ടിട്ട് നമ്മളിതൊന്ന് ഉണക്കി വെള്ളമൊക്കെ തോർത്തി എടുക്കണം വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെയ്യിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭരണിയാണ്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നിറച്ചൊഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഭരണിയിലേക്കാക്കി, നിറച്ചൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഭരണി ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഭരണിയിലേക്ക് ഒഴിച്ചാൽ. ചെറിയ പാത്രത്തിലാക്കിയാൽ മതി, എന്നാലും മറിയാണ്ടൊക്കെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് ആക്കിയത്. ഇതൊന്ന് താത്തി വെച്ച് കൊടുക്കാം എല്ലാം കൂടി. എന്നിട്ട് ബാക്കി വന്നേക്കണ ഈ ശർക്കര നീരും കൂടി അതിലേക്ക് അരിച്ചൊഴിക്കാം കേട്ടോ. ഇനി നമ്മൾ ആറിക്കഴിഞ്ഞിട്ട് ഒന്ന് മൂടി കെട്ടി വെക്കണം. മൂടി കെട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് ഈ ഭരണി നല്ല ടൈറ്റാണ്. പിന്നെ ഇതുണ്ട്, ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഇതായിട്ടിരിക്കുകയാണ്. അപ്പം കെട്ടി വെക്കണമെന്നില്ല. ഇത് ആറിക്കഴിയുമ്പോൾ ഇത് വെച്ച് അടച്ചാൽ മതി. നല്ല ടൈറ്റായിട്ടിരിക്കും. 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ അരിച്ചെടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.